കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിൽ വൻ തീപിടുത്തം. സ്വകാര്യ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ വൻ തീപിടുത്തമുണ്ടായത്. രാത്രിയിൽ മീൻചന്ത, വെള്ളിമാടുകുന്ന് ബീച്ച്, മുക്കം, നരിക്കുനി ഫയർ സ്റ്റേഷനുകളിൽ നിന്നും അഗ്നിരക്ഷാ സേന പ്രവർത്തകർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പൂവാട്ടുപറമ്പിനും കുറ്റിക്കാട്ടൂരിനുമിടയിൽ പാറയിൽ സ്റ്റോപ്പിനടുത്താണ് വൻ അഗ്നിബാധ ഉണ്ടായത്. സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിന്റെ ഗോഡൌണിലാണ് തീപിടിച്ചത്. രാത്രി 11 മണിയോടെയാണ് തീ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഫയർ യൂണിറ്റിൽ വിവരമറിയിച്ചു. വെള്ളിമാട് കുന്നിൽ നിന്നും ആദ്യം ഒരു യൂണിറ്റ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മീൻചന്ത, ബീച്ച്, മുക്കം, നരിക്കുനി തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റുകൾ എത്തിയാണ് തീയണയ്ക്കാനുള്ള തീവ്രശ്രമം നടത്തുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഉള്ളതുകൊണ്ട് തന്നെ തീ അണയ്ക്കുക വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നിരവധി ചെറുകിട സംരംഭങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം ഉണ്ട്. അവയ്ക്കെല്ലാം വലിയ ഭീഷണിയാണ് അഗ്നിബാധ ഉണ്ടാക്കുന്നത്. 8 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീ അണയ്ക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ, അത് കംപ്രസ് ചെയ്ത ചാക്കിലാക്കിയ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് തീ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കൺട്രോളിലാണ്, എന്നാൽ ഇതിനകത്ത് തീ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മാസങ്ങൾക്ക് മുമ്പും ഇതേ സ്ഥാപനത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. ഇവിടെ ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ മുഴുവനും അന്നും കത്തി നശിച്ചിരുന്നു. അതിനിടയിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന് പുറമെ പ്ലാസ്റ്റിക്കിന്റെ രൂക്ഷഗന്ധവും പുകയും ഉയരാൻ തുടങ്ങിയതോടെ പരിസരത്തെ വീടുകളിലുള്ളവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.